അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വ്യക്തമായ രീതിയിൽ അല്ലാഹു പറഞ്ഞു തന്നിട്ടില്ലേ? അല്ലാഹു വ്യക്തമായ രീതിയിൽ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടില്ലേ? നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും, നിന്റെയൊക്കെ ഈമാൻ ഞാൻ അളക്കും. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ അതോ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും നിങ്ങളെ. അല്ലാഹു പറയുക, നിങ്ങൾ ആരെയും ഞാൻ വിടൂല, നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യും, നിന്നെ അളക്കും. നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് അളന്ന് കുറിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വിജയിച്ചവന് മാത്രമേ ഞാൻ സ്വർഗം കൊടുക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഇതൊക്കെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഓലപ്പടക്കം കാണുമ്പോഴേ പേടിച്ച ഇനി അമിട്ടൊക്കെ പൊട്ടുമ്പോ എന്താ ചെയ്യാ? ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വലാഖ് വന്നു, ഹലാല് വന്നു, പൗരത്വ ബില്ല് വന്നു. ഇപ്പൊ അടുത്തത് ഇപ്പൊ ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കിടന്ന് ഇങ്ങനെ സക്കറാത്തിന്റെ വലിക്ക. എന്തിനാ ചങ്ങാതി? എന്തായാലും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത്, അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ല മതി നമുക്ക്. നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ ആരെയും കൊല്ലാൻ പോകേണ്ട കാര്യമില്ല, ആരെയും കല്ലെറിയാൻ പോകേണ്ട കാര്യമില്ല, ആരെയും കുറ്റം പറയാൻ പോകേണ്ട കാര്യമില്ല. എടാ, നീ ദീനനുസരിച്ച് ജീവിക്ക്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് നീ ജീവിക്ക്. നിന്റെ കുടുംബത്തിൽ ദീൻ കൊണ്ടുവാ. അല്ല ആരാണെന്ന് നാട്ടുകാർക്കല്ല, നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്ക്. ഏത് വാപ്പയ്ക്കും ഉമ്മയ്ക്ക് ഇത് ഏത് മക്കൾക്കായി അല്ലാഹയെ കുറിച്ച് അറിയുക. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ എന്തിനാ ഈ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മുടെ കൂടെ അള്ളാഹുവുണ്ടല്ലോ. എന്തിനാ സഹോദരാ അല്ല ആരാണെന്ന ചരിത്രമൊന്ന് പഠിച്ചു നോക്കണോ? ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ എടുത്തു വെച്ചൊന്ന് പാരായണം ചെയ്യൂ. പ്രവാചകന്മാരുടെ മുൻഗാമികളുടെ ചരിത്രമെന്ന് വായിച്ചു നോക്കൂ. അല്ല ആരാണെന്നറിയോ? അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഞാൻ ഭയം കൊടുത്തു പരീക്ഷിക്കുകയാണ്. അല്ല പറഞ്ഞു, എന്റെ അടിമയ്ക്ക് ഞാൻ ഭയം കൊടുക്കുമടോ. പടച്ചവനെ ഭയപ്പാടാട്. മുസ്ലിമാണെന്ന് പറയാൻ പേടിക്കുന്ന കാലം, തൊപ്പി ധരിക്കാൻ ഭയക്കുന്ന കാലം, പടച്ചവനെ പിടിച്ചു നിർത്തുന്ന കാലം, പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, നിന്നെ ഞാൻ ഭയപ്പെടുത്തുമെന്ന്. അത് ഇന്ന് തുടങ്ങിയതല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു ഭയപ്പെടുത്തിയതാരെയാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത്. അതുപോലെ ഒരാളെയും അല്ലാഹു ഭയപ്പെടുത്തിയില്ല. പടച്ചവനെ ചരിത്രം പഠിച്ചവരാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പോകാൻ തീരുമാനിച്ചല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോ സാക്ഷാൽ ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മുഹമ്മദ് നാട് വിടാൻ പോകുകയാ. കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നുകൊള്ളണം. ഇനി ഒരിക്കലും മുഹമ്മദിനെ തൊടാൻ പറ്റൂല. പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ തീരുമാനമെടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് വളയുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി ആരുടെ കയ്യിൽ കിട്ടുന്നു അവരെ കൊന്നുകൊള്ളണമെന്ന് പറഞ്ഞ് എല്ലാവരും മുത്തുനബിയുടെ വീട് വളഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്തുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അലിയേ, ഞാൻ കടന്നിരുന്ന സ്ഥലത്ത് നീ കടക്കുമോ അലിയേ? അലിയാര് തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ? എനിക്കെന്ത് പേടിയാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നിരുന്ന സ്ഥലത്ത് അലിയാര് തങ്ങൾ കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, വാതിൽ തുറന്ന് ഇറങ്ങാ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. യാസീൻ
യാസീനിലെ ഈ ആയത്തറിയാത്ത ആരെങ്കിലുമുണ്ടോ? എല്ലാവരും പാരായണം ചെയ്യുന്നവരല്ലോ. എങ്കിൽ ആ ആയത്തിന്റെ മഹത്വം പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ ഒരു പിടി മണ്ണ് വാരിയിട്ടോ, ഈ ആയത്ത് ഊതിയിട്ടോ, ആ മണ്ണിലേക്ക് ഊതിയിട്ടോ, വാതിൽ തുറന്നിട്ട് 4 ഭാഗത്തേക്കും വലിച്ചെറിയണേ നബിയേ, എന്നിട്ട് ഇറങ്ങി പോകണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്രയ്ക്ക് തയ്യാറായി. നബി തങ്ങളുടെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരി യാസീനിലെ ആയത്തോതി മണ്ണിലേക്ക് ഊതി വാതിൽ തുറന്നു, 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാളും പിടിച്ചുകൊണ്ട് വീട് വളഞ്ഞിരുന്ന ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആറ്റം ബോംബ് കൈവച്ചിട്ടല്ല പോയത്, AK-47 പിടിച്ചിട്ടല്ല പോയത്. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് മണ്ണ് വാരിയിട്ടിട്ട് ഇറങ്ങിപ്പോയെന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, ഒരു സത്യവിശ്വാസിയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും പവർ ഉണ്ടെന്ന് ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിച്ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, വരുന്നു അബൂബക്കറെ? ഞാൻ റെഡിയാ നബിയെ. രണ്ടുപേരും കൂടെ പോയി ഗുഹയ്ക്കകത്ത് കയറി ഇരുന്ന ചരിത്രം ഞാൻ നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ അബൂബക്കർ തങ്ങളുടെ കണ്ണുനീര് നബി തങ്ങളുടെ മുഖത്തേക്ക് വീണു. നബി തങ്ങൾ ഉണർന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ അബൂബക്കറെ? നബിയെ, ഗുഹയുടെ മുകളിൽ ശത്രു എത്തിക്കഴിഞ്ഞു. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ എത്തിക്കഴിഞ്ഞു. അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നു നബിയെ. നമ്മളെ പിടിക്കും നബിയെ, നമ്മളെ കൊന്നുകളയും നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുകയാ. നബിതങ്ങൾ ചിരിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തിനാ നബിയെ ഇപ്പൊ ചിരിക്കുന്നേ? എന്തിനാ നബി ഇപ്പൊ ചിരിക്കുന്നത്? അപ്പോഴാണ് നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിന് പഠിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും അല്ല, മൂന്നാമതൊരാൾ കൂടെ ഈ ഗുഹയ്ക്കകത്തുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. ആ മൂന്നാമത്തവൻ ആരെന്നറിയോ? എന്നെയും നിന്നെയും പടച്ച അല്ലാഹ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ആ നിൽക്കുന്നവൻ തന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. അവൻ വിചാരിച്ചാ പോരാ, അവനെ പടച്ച അല്ലാഹ് വിചാരിക്കണം. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം? എന്ത് വന്നാലും നമുക്കെന്ത് പേടി? എന്ത് പ്രയാസം വന്നാലും പെങ്ങളെ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം തന്നു പരീക്ഷിക്കും. അല്ലാഹു പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. നിനക്ക് വിശപ്പ് തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് പട്ടിണി തന്ന് അല്ലാഹു പരീക്ഷിക്കും, നിനക്ക് ദുഃഖങ്ങൾ അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്നതുപോലെ ലോകത്ത് ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? 3 കൊല്ലം ഷേബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പുല്ലു പറിച്ചു കഴിച്ചിട്ടാണ് നബിതങ്ങൾ കിടന്നത്. വിശന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങൾ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ടോ? ഉണ്ടോ? പറമനുഷ്യന്മാര് തിന്നിട്ടുണ്ട്. മന്തി തിന്നിട്ടുണ്ട്. മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ കുറച്ച് ഇലവാരി തിന്നി. ഇതാ നമ്മൾ തമ്മിലുള്ള, ഇതാ നമുക്ക് ഇലയും തമ്മിലുള്ള ബന്ധം. ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. നിനക്ക് അല്ലാഹു നിന്റെ കച്ചവടം, നിന്റെ കൃഷിയിടങ്ങൾ, നിന്റെ സമ്പത്ത് എല്ലാം അല്ലാഹു തകർത്ത് കളയും. നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു തരും. നിന്റെ കച്ചവടം മുഴുവനും പോകും, നിന്റെ സമ്പത്ത് മുഴുവനും പോകും, ലക്ഷങ്ങളുടെ കടം വരും. നീ പിടിച്ചു നിൽക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കച്ചവടമൊക്കെ പോയ എന്ത് പറയണം?
ലക്ഷങ്ങളുടെ കച്ചവടം നഷ്ടത്തിലായി, ബിസിനസ് ഒക്കെ തകർന്നു പോയി, എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ചെയ്താൽ പോയത് വരൂല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ക്ഷമിക്കൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് പറയണം? എന്ത് പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്നാൽ എന്ത് പറയണം? SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, തോറ്റുപോയ എന്ത് പറയണം? എന്ത് പറയണം? പറയട, എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്ത് പറയണം? ക്യാൻസർ ആണെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, എന്ത് പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഇപ്പൊ എന്ത് വന്നാലും, ഞങ്ങളിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ അല്ലാഹുവെ മൂത്രമൊഴിക്കുമ്പോ അദ്ദേഹം കരയുവാടോ. ഞാൻ നോക്കുന്നൊരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിലൂടെ കണ്ണുനീർ. അല്ലാഹു ഈ ഹാഫിളീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ, അല്ലാഹു നമുക്ക് രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അൽഹംദുലില്ലാ, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പടച്ചവനൊരു വഴിയില്ലെങ്കിൽ അടുത്ത വഴി തുറന്നു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകും. പ്രയാസമില്ലാത്ത ആരുമില്ല. ദുഃഖം ഈ ചിരിക്കുന്നുണ്ടെങ്കിലും, നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. ഇവിടുത്തെ സ്വലാത്തിലേക്ക് എവിടെ നിൽക്കോ ആൾക്കാർ, ഇവിടെ ഉള്ളവരൊന്നുമല്ല, മാസങ്ങൾ നടക്കുന്ന സ്വലാത്തിന് എവിടെ നിന്നൊക്കെയോ അൽഹംദുലില്ലാ അല്ലാഹു ഇജാബത്ത് അവിടുത്തെ ദുആയിക്ക്, ആ മജ്ലിസിന് എന്തോ ഒരു പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ ജനങ്ങൾ മുഴുവൻ ഓടി വരുന്നല്ലോ. അല്ലാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആ സദസ്സിന്, ഇവിടുത്തെ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യാൻ, ഞാൻ ആരോടാ പറയണ്ടേ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്നു നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം. അല്ലാഹു അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ, ഒരു ദിക്റ് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? ഏത് പ്രതിസന്ധി വന്നാലും, എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞാൽ നിന്റെ മനസ്സിന് ധൈര്യം വരും. എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിക്ർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ. നബിതങ്ങളും സ്വഹാബത്തും ഒരിക്കൽ യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി. എന്നിട്ട് നബിതങ്ങള് പെണ്ണുങ്ങളോട്, ആയിഷ ബീബിയുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. എല്ലാരും കണ്ടു ആയിഷ ബീബി കയറുന്നത്. അത് കഴിഞ്ഞ് ആണുങ്ങൾ ഇറങ്ങിപ്പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല. അപ്പൊ ആയിഷ ബീബിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തെരഞ്ഞുപോയി. ആരും അത് കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി. ആയിഷ ബീബി അതിന്റെ മുകളിൽ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും യാത്ര തുടങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയും എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാവരും പോയി മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒറ്റയ്ക്ക് വരികയാ. നബിതങ്ങൾ ഈ സ്വഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു, കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ. നീ പുറകിൽ വാ എന്ന് നിർത്തിയ സഹാബി ആയിഷ ഉമ്മയെ കണ്ടു.
എന്താണെന്ന് പോലും ചോദിച്ചില്ല. വാഹനത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ്, എല്ലാ ശൈത്താന്മാർ ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി. എല്ലാവരും കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു രാത്രി മുഴുവനും കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണ്. കാണേണ്ടവർ തുടങ്ങുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. പടച്ച റബ്ബേ, പിന്നെ പറയേണ്ടതില്ലല്ലോ, നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിക്കുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തകർന്നിരിക്കുകയാണ്. ആയിഷയുടെ സങ്കടം കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ ഇറക്കി വിട്ടതല്ല, ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, ആയിഷ ബീവിയുടെ ഉമ്മ പറയുകയാ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. ആയിഷ ഒറ്റപ്പെടുകയാണ്. വീടിനകത്ത് കയറിയിട്ട് കഥകടച്ചിരിക്കുകയാ. പടച്ചവനെ, ചെറുപ്പക്കാരിയായ ചെറിയ പ്രായമുള്ള ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നരമ്പ് മുറിച്ചില്ല, തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്തടിച്ചില്ല. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീന എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവരെ ആയിഷ ബീബി തെറ്റ് ചെയ്തോ ഇല്ലയോ അറിയില്ല. പലരും വിശ്വസിച്ചു. ആയിഷ ബീബി വീടിനകത്ത് റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കുകയാണ്, നബിതങ്ങൾ വരുന്നുണ്ടോ. സുബഹി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ്. റസൂലുള്ള വരുന്നില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? അല്ല പറഞ്ഞോ നബിയേ? ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഏഴാകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ? ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു. ആയിഷ, ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടി ആയിഷ? ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്റിലാണ് നബിയേ. ആയിഷ ബീബി പറഞ്ഞ ദിക്ർ എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി പറഞ്ഞ ദിക്റാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ദിക്ർ പറഞ്ഞ അവന് മനസ്സിന് സമാധാനമാ, അവന് മനസ്സിന് സമാധാനമാ. വല്ലാത്ത ഒരു ധൈര്യമാടോ, വല്ലാത്ത ഒരു ധൈര്യമാടോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട്
പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ, വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറയുമ്പോൾ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവനത് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ. മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ, പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ, നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ, നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി വിടുമ്പോഴാകട്ടെ, പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ, നിങ്ങൾ പറയണം തവക്കൽതു അലല്ലാഹ്. മൂന്നാമതായിട്ട് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ പുറത്തുവിടാൻ, കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട്. 3 സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട്, മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത്. പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല. കാരണം ശൈത്താൻ ഇബ്ലീസ് ഇറങ്ങുന്ന സമയം. ആ സമയത്ത് പുറത്തുവിടാം. ഇവിടെ നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും, അത് സ്കൂളിലാകട്ടെ, പള്ളിയിലാകട്ടെ, മദ്രസയിലാകട്ടെ, ട്യൂഷനാകട്ടെ, എങ്ങോട്ട് വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഒന്ന് പറഞ്ഞു വിട്ടാൽ ശൈത്താനിന്റെ ശർറുകളിൽ നിന്ന് അല്ലാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ ഉമ്മമാർക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞത്? അവർക്കൊക്കെ നല്ല ബുദ്ധിയാടോ? അവര് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 സമയങ്ങളിൽ എപ്പോഴും സൂക്ഷിക്കണം. നട്ടുച്ച സമയം, ഉച്ച സമയം, സൂര്യൻ മധ്യ ളുഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം, അതുപോലെ തന്നെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, അർദ്ധരാത്രിയിൽ. ഈ 3 സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ. അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും. അവസാനം പിന്നെ കിടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ, അല്ലാഹുവേ, ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം, ഏർവാടിയിലും ഓരോ ദർഗകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത്, ഒരു ശ്രദ്ധയില്ല. പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ എവിടെ വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വിട്. മലക്കുകൾ നോക്കുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത്. അവിടെ നിന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വാത് ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയേണ്ട ചില വാക്കുകൾ, അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത്? സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ നിങ്ങൾ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ? ഇടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് അവന് മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒരു വാചകം പറയുകയാണെങ്കിൽ, അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, സർവ്വതും നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അല്ലാഹു നിലനിർത്തി തരും. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോഴാണെങ്കിലും അത് പറയണം. കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങൾ വല്ലാതെ എത്ര പേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇബ്ലീസ് ഷർറുകൾ, ശൈത്താനിന്റെ ഷർറിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 4, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ
അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ഉപജീവനം അള്ളാഹു അവന് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമടോ, നിനക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരികയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലർസുഖതും കമാ തുർസുഖു തയ്ർ തൗദു ഖിമാസാ വതർഹു ബിതാനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറവകളെ കാണുന്നവരാണല്ലോ, പക്ഷികളെ കാണുന്നവരാണല്ലോ, കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകളെ പറന്നു പോവുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന ഷാവുൽ അമീദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റി കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും. പത്തനാപുരത്ത് കിടന്ന ഞാൻ വന്ന് തിന്നില്ലേ? തിന്നോ മനുഷ്യന്മാരെ? അവിടെ ഉറട്ടി ഉണ്ടായിരുന്നു, ഞാൻ തൊട്ടതുപോലുമില്ല. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ട് റിസ്ക്. നാളെ എവിടെയാണെന്നറിയില്ല, എവിടെയാണെങ്കിലും പോയി കഴിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം, പറ തിന്നോ? എന്റെ പേരെഴുതി നിങ്ങൾ തിന്നോ? എനിക്കാരാ ഭക്ഷണം തരുന്നവൻ? അല്ലാഹ്. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്ന് അല്ല ഏറ്റിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ ബേജാറാവണേ? നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച്. ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട്, സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ പഠിപ്പിക്കുന്നേ? മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്കുക, നല്ലതുപോലെ പഠിക്കണം, ഫുള്ള് A+ വേണം. ഓ എന്തൊരാർത്തിയാ നോക്കിയേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. പടച്ചോനെ, മക്കളെ ഒരു SLC പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാ, എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്ന് ഉപദേശിക്കുക. സമാധാനം തരുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, എന്തൊരു ആർത്തിയാ പെങ്ങളെ? നീ 120 മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വലിച്ചിട്ടല്ലേ? സത്യം പറ, നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട്. അല്ല, 6ാം ക്ലാസ്സും കുസ്തി എടുത്ത വാപ്പയ 10A+. ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി. SLC പരീക്ഷ കഴിഞ്ഞു, ഒരു വിഷയത്തിന് തോറ്റുപോയി. ഉമ്മ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ. തീർന്നില്ലേ? A+ കിട്ടിയോ? നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക. ആർത്തി. എടോ, അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും. ഞാൻ മക്കളോട് പറ, മോനെ, ഉമ്മയുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണമെന്ന്. ഒന്ന് പരിശ്രമിക്കുക. ഇത് പറയുന്ന പോലെയല്ല, പീഡനം പാടില്ല. പീഡിപ്പിച്ച് മക്കള് പരീക്ഷയ്ക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല, പേടിച്ചിട്ട്. ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവിയായിട്ടാ ഉമ്മാനെ കാണുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരിക്കലും നമ്മളങ്ങനെ മക്കളെ സ്നേഹം പഠിപ്പിക്കുക, സ്നേഹത്തോടെ. പിന്നെ നിങ്ങൾ മുത്തല്ലിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തല്ലി തന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറയാം. മാരെ തല്ലാൻ പറ്റുമോ? തല്ലി ആകത്താ അല്ലേ? മുത്തല്ലിങ്ങളെ തല്ലും, നിങ്ങൾ അടി കൊണ്ടാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആണടാ ചങ്ങാതി, ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് വേണം. ലൈവായി പോയി. ഉസ്താദ് അടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങൾ. 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 30 കേസുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എത്ര കേസ്? സത്യമല്ല, 30. വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കയറ്റിക്കിറക്കേണ്ടിരിക്കപ്പം 30 കേസ്. ഏറ്റവും സമാധാനം എന്തെന്നറിയോ? ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ. അവരാരും നിങ്ങൾ കുറ്റം പറയരുത്. അവരൊക്കെ നല്ല ആൾക്കാരാണോ?
ഈ 30 കേസും കൊടുത്തത് അവരല്ല, നമ്മുടെ സമുദായം തന്നെയാണ്. ആലോചിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറഞ്ഞേക്കരുത്, ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് കിടക്കേണ്ടവരും, അതാ പേടി. എടോ, പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് നബി തങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതാൻ പറഞ്ഞു. നബി തങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ? പറയുടെ ചങ്ങായിമാരെന്താ പറഞ്ഞേ? എനിക്ക് ഓതാൻ അറിയത്തില്ല, ഇല്ലേ? എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണോ കൊടുത്തേ? ആണോടാ? മുത്തം കൊടുത്തോ? ഇല്ല. എന്ത് ചെയ്തു? നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചിട്ട് ഒന്ന് മുറുക്കൊന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടല്ലേ സമ്മിലൂനി യാ ഖദീജ, എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു, പുതപ്പിച്ചതാ. അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഓതാൻ. ഓതിയോ? നബിതങ്ങളെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ നബിതങ്ങൾ ഓതി ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ശരീരം വേദനിച്ച ഓതൂല്ലേ? അപ്പൊ ഉസ്താദ് ഇടയ്ക്കൊന്ന് തരുന്നത് കുറ്റമില്ലല്ലോ, അല്ലേ? അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ശൈത്താൻ കയറും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു, നല്ല പഠിക്കണ മക്കളല്ലേ, അല്ലേ? അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ? മക്കളെ അങ്ങനല്ല, മക്കൾ നല്ല കഴിവുള്ളവരാ. അവര് നമ്മൾ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നല്ലപോലെ പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ? മൊത്തം നല്ല മാർക്ക് വാങ്ങണം, നല്ലതുപോലെ ജയിക്കണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനോട് പറയാ, പണം ഉണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. പണമുണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ്. ഇപ്പൊ പ്രണയമൊന്നുമില്ല, എല്ലാം കള്ളമാണല്ലോ, തേച്ചിട്ട് പോകല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് പ്രണയം? ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേക്കുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു. എല്ലാം തേപ്പ. പോട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. ഈ കുട്ടിയോട് ചോദിക്കുന്ന, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ, ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. പെണ്ണ് പറയുന്ന മറുപടി എന്താ? ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവള് പറയുന്നത്, ഇവളാ കെട്ടുന്നത്, ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്താ? അല്ല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ. എങ്ങനെ? ഇവള് നേരത്തെ പറയാ, എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. ഒരു മുഴം മുമ്പേ എറിയ. കാരണം നിന്റെ ഉമ്മ IPS കാരി, ഉമ്മ കളക്ടർ, വാപ്പ കളക്ടറുമായിരുന്നു, എന്നിട്ടാ നിങ്ങളെ വളർത്തിയത്. ഇന്നത്തെ തലമുറ അങ്ങനെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ നിനക്ക് ജീവിക്കണോ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. 5 പൈസയുടെ കഷ്ടപ്പാടുണ്ടോ? പൈസ കൊടുക്കണോ? ഒന്നും വേണ്ട. അല്ലാഹ് പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ഞാൻ തരും, അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ഞാനല്ല പറഞ്ഞത്, അള്ളയാ പറഞ്ഞ. ചെയ്യോ? എന്താണ്? അല്ലാഹു പറയുകയാണ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? സൂറത്തു ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. 130 ഏതാ ആയത്ത്? ഹാഫിൽ എന്തേപ്പാ? ഹാഫിൽ ഉണ്ടായിരുന്നല്ലോ. സൂറത്തു ത്വാഹയുടെ 132. എന്റെ പള്ളിയില് ഹിഫ്ദുൽ ഖുർആന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. 1,00,000 രൂപയായിരുന്നു സമ്മാനം. 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവര് 65 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 1,00,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് 13 വയസ്സുകാരനായിരുന്നു. അള്ളാഹു പൊന്നുമോന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയേ ഉള്ളൊരു സാധനം, ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് 65 വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാ, അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ ഖുർആൻ പാരായണ മത്സരം, ഹിഫ്ള് ഇൻഷാ അല്ലാഹ് വരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അല്ലാഹു പറയുകയാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു പറയുന്നു രണ്ട് പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു പറയുകയാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്യണം? 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവൻ അല്ലാഹു പറയുകയാ ലാ നസ്അലുക റിസ്ഖാ, നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, നീയല്ല, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? അങ്ങനെ ഖുർആനി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. അല്ലാഹു പറഞ്ഞ അങ്ങനെ വാക്ക് പാലിക്കോ? പാലിക്കുക. അപ്പൊ അല്ലാഹു പറയുകയാ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയില്ല. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ 5 നിക്കത്ത് നിസ്കരിക്കുന്നവരാ. ഈ പെണ്ണുങ്ങളും നിസ്കരിക്കും, നിങ്ങളും നിസ്കരിക്കും. പക്ഷെ സമയത്ത് നിസ്കരിക്കൂ? അതില്ല. നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കൂല. അങ്ങനെ ആമിനാത്ത ളുഹർ നിസ്കരിക്കുന്ന എപ്പോഴാ? 12:30 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും. നീ ചോറ് വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, മീൻകറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുളിച്ചൊരുങ്ങി 2:45 ഒരു പോക്കുണ്ട് ളുഹർ നിസ്കരിക്കാൻ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെന്തിനാ ആമിന അല്ലാഹ് സമയം നിശ്ചയിച്ചിരിക്കണേ? നിനക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാ പോരെ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിന്നെ പോലെ നിസ്കരിക്കുന്നവർക്കാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. സീറ്റ് വീഴാതെ നോക്കിക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്ത് വേണം? ഭക്ഷണം വേണം. കിട്ടും, അല്ലാഹു തരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. തരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തരും. തരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തരും. പടച്ചവനെ വാക്കുപാലിക്കുന്നവനാ. അല്ലാഹു തരുവടോ ഭക്ഷണം. നിങ്ങൾക്ക് ചരിത്രം വേണോ? നീയൊക്കെ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം തരുമടോ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഹുബൈബേ മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങളുടെ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അവിടെ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എന്തിനാ ചെറുപ്പത്തിലെ ചത്തുപോകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. എടാ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാ. നീ മുഹമ്മദിന് ഒരു ചീത്ത പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്തിട്ടും ഹുബൈബ് തങ്ങൾ തയ്യാറാ
തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇവനെ തൂക്കിലേറ്റണം, ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിക്കൊല്ലണം. പടച്ചവനെ എല്ലാവരും തീരുമാനമെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചിടുകയാണ്. ഇവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഹുബൈബിന്റെ കണ്ണിന്റെ മുമ്പിൽ കഴുകുമരം റെഡിയാക്കുകയാ. ഹുബൈബ് തങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നില്ല. ഹുബൈബ് തങ്ങൾ പട്ടിണിയിലാണ്. പടച്ചവനെ തൂക്കുകയറ് റെഡിയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശത്രുവിന്റെ ചെറിയ മകളുണ്ടല്ലോ, അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളുടെ നേതാവിന്റെ പൊന്നുമോള് അതാ ഇങ്ങനെ വീടിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇഴഞ്ഞ് നടന്ന് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. ആർക്ക് വേണമെങ്കിലും ചരിത്രം വായിക്കാം. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് പാല് കുടിക്കുന്ന കുഞ്ഞ് കടന്നു പോവുകയാ. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. ഹുബൈബ് തങ്ങളുടെ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. മാതാവ് കുഞ്ഞിനെ കാണാതെ ഓടി വരികയാണ്. തന്റെ പൊന്നാര മകളെ കാണാതെ വന്നപ്പോ ഉമ്മ ഓടി വരികയാ. ഓടി ചെന്ന് നോക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ കുഞ്ഞിരിക്കുകയാണ്. ഹുബൈബ് തങ്ങൾ നഖം വെട്ടുകയാണ്, കത്തി കൊണ്ട് നഖം വെട്ടുകയാണ്. ശത്രുവിന്റെ മകള് തന്റെ കാലിന്റെ മുകളിൽ ഇരിക്കുകയാ. പെണ്ണു പേടിച്ചു പോയി, പെണ്ണു പൊടിച്ചു പോയി. അവസാന ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ പെണ്ണു പറയുകയാ, തന്റെ ചെറിയ മകളെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഹുബൈബ് തങ്ങൾ മുന്തിരി തിന്നുകയാ. ആ പെണ്ണ് പറയുകയാണ്, ആ നാട്ടിൽ മുന്തിരി കിട്ടാത്ത സമയത്ത്, ആ നാട്ടിൽ പോലും പഴങ്ങൾ കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലറയ്ക്കകത്തിരുന്ന് മുന്തിരി തിന്നുകയാ. ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണവിടുന്ന് ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോ നാട്ടിൽ പോലും, ആ മക്കയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ്, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കഴിക്കാനുള്ള ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ അല്ലാഹ്, ഇതാണ് അല്ലാഹ്. അല്ലാഹ് തരുമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ റിസ്ക് തരുമെന്ന് പറഞ്ഞാൽ റബ്ബ് തരും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.